മഹാഭാരതത്തിലെ കഥ പറയുന്നതിന് മുമ്പ് മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കഥകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് പറയാം. ആദ്യം അത് കേൾക്കുക. നമ്മുടെ ഇതിഹാസമാണ് മഹാഭാരതം. എന്താ ഇതിഹാസം എന്ന് പറഞ്ഞാൽ? പണ്ട് നടന്നതും പരമ്പരാഗതമായി കൈമാറി വരുന്നതും നമുക്ക് നല്ല മൂല്യങ്ങൾ പകർന്നു തരുന്നതുമായ കഥ എന്ന് ലളിതമായി പറയാം. നമ്മുടെ മഹാഭാരതം രചിച്ചത് ആരാന്നറിയോ? വേദവ്യാസൻ. അതിൻ്റെ പിന്നിലുണ്ട് ഒരു കഥ പറയാം. വേദവ്യാസൻ മഹർഷിമാരിൽ നിന്നൊക്കെ കിട്ടിയ അറിവും വേദോപനിഷത്തുകളൊക്കെ വായിച്ചിട്ട് തനിക്ക് മനസ്സിലായ കാര്യങ്ങളും ഒക്കെ ചേർത്ത് ഗംഭീരമായൊരു കാവ്യം രചിച്ചു. ഇനി അത് പകർത്തി എഴുതാൻ ഒരാൾ വേണം. അതാരെയാ വേണ്ടത്, ആരാ പറ്റിയ ആൾ എന്ന് അദ്ദേഹം അന്വേഷിച്ചു. പറഞ്ഞു കൊടുത്തത് ബ്രഹ്മാവാണ്. ഗണപതിയാണ് ഏറ്റവും യോഗ്യനായിട്ടുള്ള ആൾ. അങ്ങനെ വേദവ്യാസൻ ഗണപതിയുടെ മുമ്പിലെത്തി. ഗണപതി പറഞ്ഞു, ഞാൻ ചെയ്യാം, പക്ഷേ നിർത്താതെ പറയണം. എഴുത്താണി നിർത്താൻ പറ്റില്ല. വേദവ്യാസൻ ആ നിബന്ധന സ്വീകരിച്ചു. പക്ഷേ തിരിച്ചൊരു നിബന്ധന വെച്ചു. താൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം എഴുതാനെന്ന്. അത് ഗണപതിയും സമ്മതിച്ചു. അങ്ങനെ എഴുതിയ കൃതിയാണ് മഹാഭാരതം.